യഹോശുവ മശിഹായ്ക്ക് സ്തുതി. ഞാൻ ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുന്ന വിഷയം, ഈ അന്ത്യകാലത്ത് നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും? ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ അധോനയുടെ മക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അതായത് യേശുവായുടെ മരണശേഷം തുടങ്ങിയ അന്ത്യകാലം ഇപ്പോൾ അതിൻ്റെ അവസാനമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. ദൈവത്തിൻ്റെ 10 കൽപ്പനയും അതിൻ്റെ എല്ലാ മർമ്മത്തോടു കൂടിയും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടിയും നമ്മൾ മനസ്സിലാക്കി. അതെല്ലാം നമ്മൾ പാലിച്ചു പോരുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ എന്താണ് അറിയേണ്ടത്? അന്ത്യകാലമായി ഇനി ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ സാത്താൻ ഏതൊക്കെ രൂപത്തിലാണ് നമ്മെ കീഴടക്കാൻ പോകുന്നതെന്ന്. ഈ ലോകം എന്തായാലും അവൻ്റെ തന്നെയാണ്. ഈ ലോകത്തിൻ്റെ അധികാരിയും സാത്താൻ തന്നെയാണ്. അത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ. അതിനാൽ നമ്മെല്ലാവരെയും അവൻ നശിപ്പിക്കും. എന്നാൽ ദൈവം നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മുടെ ശരീരത്തെ കൊല്ലുന്നവനെ നാം ഭയപ്പെടേണ്ട, നമ്മുടെ ആത്മാവിനെ നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ അധികാരമുള്ളവനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്, സാത്താനെയല്ല. നമ്മുടെ ഭയം, അതാണ് ഈ സാത്താൻ്റെ ആയുധം. അതാണ് നമ്മുടെ വീക്ക്നെസ്. ആ ഭയം, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ദുർബലനായിരിക്കുന്നത്, അതിലൂടെയാണ് സാത്താൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, നമ്മളെ കീഴടക്കുന്നത്. അപ്പം അതിനാൽ ധൈര്യപൂർവം നമ്മുടെ ശരീരത്തിനെ ദൈവത്തിന് വേണ്ടി മരിക്കാൻ വിട്ടുകൊടുത്ത് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഈ ലോകം കീഴടക്കാൻ സാത്താൻ 2 രൂപത്തിലാണ് വരുന്നത്. അതായത് 1 ഇലുമിനാലിറ്റീസ്, ലോകാധിപന്മാർ; 2 ഇസ്ലാം ടെററിസം, ദുഷ്ടാത്മസേനകൾ. ഈ 2 രൂപത്തിലാണ് സാത്താൻ ഇന്ന് ഈ ലോകത്തിൽ വ്യാപരിച്ചിരിക്കുന്നത്. ഇവ രണ്ടും ഒന്നുപോലെയാണ് ഇന്ന് പ്രവർത്തിക്കുന്നതെങ്കിലും അവസാനം വരുമ്പോൾ ഈ ഇലുമിനാലിറ്റീസ് തൻ്റെ അധികാരം ഈ ഇസ്ലാം ടെററിസം എന്ന ദുഷ്ടാത്മസേനകളെ ഏൽപ്പിക്കും. ഈ ഇലുമിനാലിറ്റീസൊക്കെ വളർന്ന് നമ്മുടെ സഭയെ വരെ കീഴടക്കി. അതായത് ക്രിസ്ത്യൻ സഭകളുടെ ഉന്നത സഭാധികാരികൾ പോലും ഇന്ന് ഇലുമിനാലിറ്റീസിലെ അംഗമാണ് പരോക്ഷമായിട്ട്. അതുപോലെ മിക്ക സിനിമാ നടന്മാർ, അതുപോലെ ഈ സമൂഹത്തിൻ്റെ ഉന്നത മേഖലയിൽ തന്നെ ഉള്ള എല്ലാവരും ഈ ഇലുമിനാലിറ്റീസിൻ്റെ അംഗങ്ങളാണ്. ഈ ഇലുമിനാലിറ്റീസിനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കുറേ സയൻസൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഇലുമിനാലിറ്റീസ് അല്ലെങ്കിൽ ഈ സാത്താൻ സേവക്കാർ അവരിൽ അംഗങ്ങളാകുമ്പോൾ അതിൻ്റെ ഈ സയൻസ്, അതായത് അതിൻ്റെ ഓരോ അടയാളങ്ങൾ അവർ എക്സ്പോസ് ചെയ്യും. അപ്പോൾ സിനിമാ നടന്മാരൊക്കെ ആണെങ്കിലും കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ പിടിക്കുക, അങ്ങനെ കുറേയുള്ള സയൻസൊക്കെ. അപ്പം അതൊക്കെ നമുക്ക് ഈ ഇലുമിനാറ്റിസിൻ്റെ സയൻസ് അവർ എക്സ്പോസ് ചെയ്യണതാണ്. ഇത്രയും അവരതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് സിനിമാ നടന്മാരാവണമെന്ന് തന്നെ ഇല്ല. നമ്മുടെ ഏറ്റവും ഉയർന്ന സഭാധികാരികളിൽ തന്നെ നമുക്കതൊക്കെ കാണാൻ സാധിക്കും. ഇലുമിനാലിറ്റീസിനെ പരസ്പരം മനസ്സിലാക്കുവാനും. ഇപ്പം ഞാനൊരു ഇലുമിനാലിറ്റീസ് ആണെങ്കിൽ, അതിൽ അംഗങ്ങളാണെങ്കിൽ, വേറൊരാൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കുമ്പോൾ ഒരു ഷേക്ക് ഹാൻഡിലൂടെ തന്നെ നമുക്ക് ഇതിങ്ങനെ അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ അതിൻ്റെ ഓരോ ഇതാണ്. അപ്പം ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയണം, തിരിച്ചറിയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട സൈനാണ് ഈ ഒറ്റക്കണ്ണ്, ഒരു പിരമിഡിലുള്ള ഒറ്റക്കണ്ണ്, അതൊക്കെ. അപ്പോൾ സാത്താനെയൊക്കെ പൂജിച്ചിരുന്നവർ പണ്ട് രഹസ്യത്തിലായിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത്, പരസ്യമായിട്ടൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു നാണക്കേടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് സാത്താന് വേണ്ടി പള്ളി പണിയുന്നു, സാത്താനോട് പോയി പ്രാർത്ഥിക്കുന്നു, സാത്താന് വേണ്ടി ഒരു ദിവസം പോലും ഉണ്ട്, നമുക്കറിയാലോ അല്ലേ, എന്തൊക്കെ കാണിച്ചു കൂട്ടണേ. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഈ സമൂഹമാണ് ഇപ്പോൾ. ദൈവത്തെ പോലെ തന്നെയാണ് അവർ സാത്താനെ പൂജിക്കുന്നത്. സാത്താൻ്റെ സ്കൂളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ പാപങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ അതൊക്കെയാണ് ഇലുമിനാറ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട്. അതുപോലെ തന്നെ
ഈ ഇലുമിനാൽറ്റീസ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഒരു കാർഡുകൾ ഇറക്കിയെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും മുൻപേ കൂട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഏരിയ 51 എന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഗൂഗിൾ ചെയ്താൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ സ്ഥലത്തെക്കുറിച്ച് പുറം ലോകത്തിന് കൂടുതൽ അറിവുകൾ ഒന്നും ഇല്ല. അവിടേക്ക് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ പിരമിഡ് ഒക്കെ മമ്മി അതൊക്കെ പണിയുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ ഏലിയൻസുമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഏലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂസിഫറിനെ പണ്ട് പുറത്താക്കിയ കഥ ഞാൻ പറഞ്ഞല്ലോ, സാത്താനെ. അപ്പം അതുപോലെ വെട്ടിയിട്ട ദൂതന്മാർ അതുപോലെ അന്ന് കുറേ പേര് വന്നിട്ടുണ്ട്, കുറേ പേര് വെട്ടിയിട്ടിട്ടുണ്ട് സാത്താൻ്റെ പോലെ തന്നെ. അപ്പം അങ്ങനെയുള്ള പുറത്താക്കിയ ദൂതന്മാരാണ് ഈ ഏലിയൻസ്. അപ്പോൾ അവരുമായിട്ട് ഈ പിരമിഡിലും അതുപോലെ ഈ നിഗൂഢമായ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുമായിട്ട് സംസാരിച്ചും അവരോട് കാര്യങ്ങളൊക്കെ സേവ ചെയ്തും ഈ കപല തെറ്റായ രീതിയിലൊക്കെ ഉപയോഗിച്ചും അങ്ങനെയൊക്കെയാണ് മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് ഈ ഇലുമിനാറ്റീസിനും ഒക്കെ. പിന്നെ നമുക്കറിയാം അല്ലേ, വെളിപാട് 13:18 പറഞ്ഞിട്ടുണ്ട് 666. അതാണ് ഇവരുടെ നമ്പർ തന്നെ. അതായത് ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്നാണ് ബൈബിളിൽ പറയുന്നത്. 666 ഏതൊക്കെയാണെന്ന് എല്ലാത്തവർക്കൊന്നും 666 പറ്റി അറിയാൻ സാധിക്കില്ല. ഇപ്പം നമ്മളുടെ തന്നെ വെബ്സൈറ്റുകളൊക്കെ www.com എന്നാണല്ലോ, അതായത് വേൾഡ് വൈഡ് വെബ്. അപ്പോൾ അത് ഹെബ്രായ ഭാഷയിൽ വൗ എന്നാണ് പറയുക. അതായത് അത് 666 ആണ്, 66 ആണ്, 666 എന്നാണ്. അതുപോലെ മെറ്റ, മരണമെന്ന് അവന് പേര് അല്ലേ, സുക്കർബർഗിൻ്റെ. അപ്പോൾ അതങ്ങനെ. പിന്നെ ക്രോമിൻ്റെ ചിഹ്നം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതും 666 ആണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ കാലത്ത് 666 ഏതൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ സയൻസും ഇതുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെയാണ് 666 എന്ന്. അതിനാണ് ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞത്. ബുദ്ധിമാന് മാത്രമേ 666. അയ്യോ പേടിയാണ് ചിലർക്ക് അല്ലേ, അതൊന്നും മനസ്സിലാക്കണ്ട, അയ്യോ സാത്താനെ കുറിച്ച് പറയാൻ പാടില്ല അത് എന്നൊക്കെ. സാത്താനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളല്ല, പക്ഷെ മനസ്സിലാക്കണം സാത്താൻ എങ്ങനെയാണ് കയറി വരുന്നത്, മനസ്സിലായോ? അപ്പം അങ്ങനെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 666 ആണ് ഈ അല്ലാഹ് എന്ന പേര്. അതായത് നമ്മൾ ഗ്രീക്കിൽ അക്ഷരത്തിൽ 666 666 എന്ന് എഴുതുകയാണെങ്കിൽ അറബിയിൽ അല്ലാഹ് എന്ന് എഴുതുന്നതും ഈ ഗ്രീക്കിൽ 666 എന്ന് അക്ഷരത്തിൽ എഴുതുന്നതും ഒന്നിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപോലെ ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് 666 ബുദ്ധിമാന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് ദൈവം പറഞ്ഞത്. സാത്താൻ്റെ നാമത്തിലാണ് ദൈവം കടന്നു വരുന്നത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലേ. അതായത് അതും ഒന്നും കൂടെ ഞാൻ വിവരിച്ചു തരാം. 786, അതായത് മുസ്ലിമുകളൊക്കെ ഈ ബിസ്മില്ല എന്നുള്ള ആ ഒരു 786, അതുപോലെ തന്നെ ഹീബ്രു ഭാഷയിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന എല്ലായിടത്തും ഈ നമ്പറാണ് യൂസ് ചെയ്യുന്നത്, 786. അപ്പോൾ ഈ 786 അല്ലെങ്കിൽ 786 എന്നത് അക്ഷരത്തിൽ എഴുതിയാൽ, ഹീബ്രുവിൽ 786 എന്നുള്ള ആ ഒരു നമ്പർ അറബിയിൽ അക്ഷരത്തിൽ എഴുതിയാൽ യേശുവ എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ നാമമാണ് അല്ലേ. എന്നാൽ ഈ 786 എന്നുള്ള നമ്പർ മുസ്ലിമുകൾ ബിസ്മില്ല എന്ന് അർത്ഥാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ നാമത്തിൽ സാത്താൻ വരുന്നു. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ ഈ 666 ഇതിനെപ്പറ്റി അറിയാനുള്ള കുറേ കാര്യങ്ങളും ട്രിക്കുകളൊക്കെയാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം, എന്നാലാണ് സാത്താൻ ഏതാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാനും അവരെയൊക്കെ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാനും സാധിക്കുള്ളൂ. ഇനി ഇലുമിനാൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ നമ്മൾക്ക് ദോഷമായിരിക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് അവരുടെ അജണ്ട എന്താണ്? ഡീപോപ്പുലേഷനാണ്. അതായത് ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ തകരാറിലായിരിക്കുകയാണെന്നും അധികം കാലം ഭൂമി ഉണ്ടാവില്ല, അതൊക്കെയാണ് അവരുടെ എക്സ്പ്ലനേഷൻ. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ആയിരിക്കെ പണക്കാർ മാത്രം ജീവിച്ചാൽ മതി, ബാക്കിയുള്ളവർ ഒന്നും ഭൂമിയിൽ വേണ്ട. അതാണ് ഡീപോപ്പുലേഷൻ, അതാണ് അവരുടെ അജണ്ട. അപ്പോൾ 1994 ഈ ഇലുമിനാൽറ്റീസ് ഈ കാർഡുകൾ ഇറക്കിയത്. എത്രയോ മുൻപാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഈ കാർഡുകളെ പറ്റി മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ.
നമ്മുടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ആ പെയിൻറ്റിങ്സും എല്ലാം. അപ്പം ഇതനുസരിച്ച് ഈ കാർഡുകൾ അനുസരിച്ചിട്ടാണ് അവർ ഈ ലോകത്തെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അവർ ഇത് ഇന്നത് വരും എന്ന് പറഞ്ഞാൽ അത് വരും. അത് മുൻപേ അവർ പ്ലാൻ ചെയ്തതാ, അല്ലാണ്ട് അത് വരുന്നത് മുൻകൂട്ടി അവരങ്ങനെ അറിഞ്ഞല്ല. അതായത് അവർ പ്ലാൻ ചെയ്യുന്നു, ലോകത്തെ അതുപോലെ നടത്തുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെ അതുപോലെ ഇന്ന് അവരുടെ കൈകളിലൂടെയാണ് ഒരു പാവയെ പോലെ കടന്നു പോവുകയാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും. ഈ ട്രംപ് അധികാരത്തിൽ വരുന്നത് പോലും അവരുടെ കാർഡിൽ അന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്കാണെങ്കിലോ റീൽസ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നുള്ള ഈ പട്ടിക്ക് എല്ലും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്ന മാതിരി അതൊക്കെ തന്നിട്ട് ഈ പൊതുസമൂഹം മൊത്തം അതിൻ്റെ പിന്നാലെ. മീഡിയാസ് ആണെങ്കിലും കൂടെ അവർക്ക് സപ്പോർട്ടാണ്. അങ്ങനെ അതായത് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മീഡിയാസ് എല്ലാം അതിൻ്റെ കൂടെ. അപ്പോൾ മറ്റുള്ളവരും എല്ലാം അങ്ങനെയാണ്. അതായത് അപ്പോൾ ഇവരെ ആരും ശ്രദ്ധിക്കില്ല, ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ആരും അതിലേക്ക്. അങ്ങനെയാണ് അവരവരുടെ അജണ്ടകൾ പൂർത്തിയാക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു പ്ലാനായിരുന്നു കൊറോണ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, അത് എടുക്കരുതെന്ന് പറഞ്ഞ അന്ന് എല്ലാവരും അതിനെ വിമർശിച്ചു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അത് എടുക്കുന്നത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അത് പ്രശ്നമാണ് എന്നൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലേ. ഇനി വേറെ പേരിലായിരിക്കും വാക്സിൻ ഇറങ്ങാം. അപ്പോൾ അന്ന് ആ വാക്സിൻ്റെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആ വാക്സിൻ അതൊക്കെ മുൻപേ ഉണ്ടാക്കി വെച്ചു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കൊറോണ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഇവർ വാക്സിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1800കളിൽ ആൻ്റണി ഫൗച്ചി വാക്സിന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടാണ് ഈ വാക്സിൻ ജനങ്ങൾക്ക് എത്തിക്കാനായിട്ട് അവർ കൊറോണ കണ്ടുപിടിച്ചത്. ഈ കൊറോണ ഒരു 666 ആയിരുന്നു. അതായത് കൊറോണയിൽ 6 ഇലക്ട്രോൺ, 6 പ്രോട്ടോൺ, 6 ന്യൂട്രോൺ, അങ്ങനെ ഒരു 666 ആയിരുന്നു ഈ കൊറോണ വാക്സിൻ. അതിലുള്ള ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ്, അയൺ പാർട്ടിക്കിൾസ് ആണ് ഇപ്പോൾ ഈ രക്തം കട്ട പിടിച്ച് നമ്മളെ ഹാർട്ട് അറ്റാക്ക് ആക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ പറയും അത് സാത്താൻ്റെ ഒരു ഇതായിരുന്നില്ല അല്ലെ എന്ന് നമ്മൾ പറയൂല്ലേ. സാത്താൻ്റെ അടയാളമായിരുന്നു ശരിക്കും ഈ കൊറോണയ്ക്കുള്ള നമുക്ക് തന്ന വാക്സിൻ. ഇനി ഇത് വേറെ രൂപത്തിലായിരിക്കാം വരുന്നത്. കൊറോണ എന്ന് പറഞ്ഞ് വന്നാൽ ഇനി മനുഷ്യർ സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അടുത്ത രോഗത്തിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും എന്തായാലും വാക്സിൻ എല്ലാവർക്കും അവർ എത്തിക്കും. അതായത് അവരുടെ അജണ്ട അതാണ്, അത് പൂർത്തിയാക്കണം. അപ്പോൾ നിങ്ങൾ പറയും നെറ്റിയിലും കയ്യിലും ആണ് ചിപ്പ് അല്ലേ, അങ്ങനെയൊക്കെ വരുന്നതെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ നെറ്റിയിൽ അങ്ങനെയല്ല സാത്താൻ കടന്നു വന്നത്. ഇതുപോലെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരിക. അപ്പം അതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കണം, സാത്താൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാലാണ് നമ്മൾക്ക് അതനുസരിച്ച് പ്രതികരിച്ച് നിൽക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ നെറ്റിയിലും കയ്യിലും പനി നോക്കുന്നൊരു സമ്പ്രദായം അന്ന് കൊറോണയ്ക്ക് ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കൊറോണ വന്നപ്പോൾ തന്നെ ഇവർക്ക് എവിടെ നിന്ന് ഈ യന്ത്രം കിട്ടി? അപ്പോൾ ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് അവർ മുൻപേ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. കൊറോണ ഇറങ്ങിയ ഉടനടി തന്നെ ഈ യന്ത്രങ്ങളൊക്കെ വന്നായിരുന്നു, നെറ്റിയിലും കയ്യിലും പനി നോക്കണതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് വെളിപാട് 18:23 പറയുന്നത്, നിന്റെ ക്ഷുദ്രത്താൽ സകലരും വശീകരിക്കപ്പെടുന്നു എന്ന്. ഈ ക്ഷുദ്രം എന്ന വാക്ക് ഗ്രീക്ക് ബൈബിൾ ഫാർമക്യ എന്നാണ് പറയുക, അതായത് മെഡിസിൻസ്. അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനം 2:2 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ രാജാക്കന്മാർ ഒരു കെട്ട് പൊട്ടിക്കാൻ കൂടിയാലോചിക്കുന്നു എന്നാണ്. എന്താ അപ്പം ഈ കെട്ട്? അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ DNA-യിലാണ്. മനസ്സിലായോ? നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ DNA-യിലാണ്. അപ്പം സാത്താന് ഈ ദൈവത്തിൻ്റെ DNA നമ്മളുമായിട്ടുള്ള ആ കെട്ട് അത് പൊട്ടിക്കണം, തനി മൃഗമാക്കി എടുക്കണം നമ്മെ അവൻ്റെ പോലെ തന്നെ. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ആ കെട്ട് പൊട്ടിക്കാൻ കൂടി വേണ്ടിയിട്ട്, DNA തകർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവൻ ഈ വാക്സിൻ കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് ഇതിൽ സങ്കീർത്തനത്തിൽ പറയുന്ന കെട്ട്. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 21:35 മുതൽ വാക്യങ്ങൾ, അതിഭക്ഷണത്താലും ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഒരു കെണി പോലെ വരും. അത് മാത്രമല്ല, അത് സർവ്വഭൂതലത്തിലും എല്ലാവർക്കും ഒരു എന്നാ പറയണത്. അതാണ് അന്ന് വന്നു പോയത്. അതിഭക്ഷണത്താൽ, അതായത് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറണമെങ്കിൽ നമുക്ക് വാക്സിൻ ചെയ്യണമായിരുന്നു, നമുക്ക് ജോലി തുടരണമെങ്കിൽ വാക്സിൻ വേണമായിരുന്നു അല്ലേ. അപ്പം അതാണ് സർവ്വഭൂതലത്തിൽ എല്ലാവർക്കും ഒരു എന്നാ പറഞ്ഞത്. അപ്പം ഇതൊക്കെ ബൈബിളിൽ മുൻപേ കൂട്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, ഈ 666 മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്കതിനെ പറ്റിയുള്ള അറിവ് വേണം. ഇപ്പം എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ കാലാവസ്ഥയ്ക്ക് വരെ അവർ വ്യതിയാനം ഉണ്ടാക്കില്ലേ. മഴ അവരാഗ്രഹിക്കുമ്പോൾ പെയ്യും അല്ലേ, മഴ ഇല്ലാണ്ടാക്കാൻ അവരാഗ്രഹിക്കുമ്പോൾ അതുപോലെയാവും. തീ പിടിപ്പിക്കുന്നു,
എന്ന് വേണ്ട, AI ഉപയോഗിച്ച് ഇന്ന് ഈ ലോകം മൊത്തം കീഴടക്കി അല്ലേ. മനുഷ്യനെ യന്ത്രമാക്കി മാറ്റുക, ഭാവിയിലെ സോംബികളെ പോലെ അല്ലേ. ഇപ്പോൾ ഈ വാക്സിനേഷന് ശേഷം ഈ സവർഗാനുരാഗമൊക്കെ വളരെയധികം കൂടി. ദാനിയേൽ 2:43 നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ. കളിമണ്ണും ഇരുമ്പും ചേർന്നാൽ കലരില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ കാലത്തുള്ള മാതിരി അന്ന് അങ്ങനെയായിരുന്നു. സോദോം ഗൊമോറ നശിപ്പിക്കാൻ കാരണം ഇതായിരുന്നു കാരണം. അപ്പോൾ ഈ അന്ത്യകാലത്തിലും അതുപോലെയാണ് വന്നിരിക്കുന്നത്. ഈ വാക്സിനേഷന് ശേഷമാണ് അങ്ങനെയൊക്കെ വന്ന് കൂടുതലായിട്ടും നമുക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് സാത്താൻ്റെ ഒരു രൂപം, ഇലുമിനാൽറ്റീസ്. ഇതാണ് ഒരു വശം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത മറുവശം എന്ന് പറഞ്ഞാൽ ദുഷ്ടാത്മസേന, അതായത് എന്താണ്, ഇസ്ലാം ടെററിസം. അതാണ് അടുത്ത മറുവശം എന്ന് പറയുന്ന അടുത്ത ശത്രുക്കൾ. ഇനി ഈ ഇസ്ലാം ടെററിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോൾ പറയും, അയ്യോ ദേ അവൾ മതങ്ങളെ പറ്റി സംസാരിക്കുന്നു, അവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയും. മനസ്സിലായി. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ ഈ മുസ്ലിം എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെ, ഈ ഹാഗാറിൽ നിന്നുണ്ടായ ഇസ്മായേലിൻ്റെ സന്തതി പരമ്പരയാണെന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം അതങ്ങനെ നേരിട്ട് ഇസ്മായേലിൻ്റെ സന്തതി പരമ്പര. അപ്പം ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അബ്രാഹത്തിൻ്റെ തന്നെ ദാസിയുടെ ആണെങ്കിൽ ഒരു മകനാണല്ലോ, അപ്പം അതിൽ നിന്നും ഉണ്ടായതാവുമ്പോഴും നന്മ അല്ലേ ഉണ്ടാവുക, അല്ലാണ്ട് ഇതുപോലെയൊക്കെ ദുഷ്ടത പ്രവർത്തിക്കാൻ എങ്ങനെ പറ്റുമെന്നല്ലേ. പക്ഷേ അത് നേരിട്ട് ഇസ്മായേലിൻ്റെ സന്തതി പരമ്പരയല്ല, അത് ഖുറേഷി വർഗത്തിൽപ്പെട്ട ഒരു കാട്ടറബി. അവൻ കൊന്നും കൊലവിളിച്ചും സ്ത്രീകളെ അപമാനിച്ചും ഈ ഇസ്മായേലിൻ്റെ പരമ്പരയിൽ കയറിപ്പറ്റിയവനാണ്. മനസ്സിലായ ഈ മുഹമ്മദ്. അങ്ങനെയാണ് ഈ ഒരു സമുദായം അല്ലെങ്കിൽ ഈ ഒരു ഇസ്ലാം ടെററിസം ആയ ഒരു ഇത് ഉണ്ടായത് തന്നെ. അല്ലാണ്ട് നേരിട്ട് ഇസ്മായേലിൽ നിന്നും ഉണ്ടായ ഒരു സന്തതി പരമ്പര അല്ല. അതുകൊണ്ടാണ് ദൈവം അവനെയും കാട്ടുകഴുതയെ പോലെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയണത്. പല ക്രിസ്ത്യാനികളും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ മുസ്ലിമുകളുടെ ഖുറാനിലെ ഈസാ എന്ന് പറയുന്ന ആ ഈസാ നബിയും നമ്മുടെ ക്രിസ്ത്യാനിയുടെ യേശുവായും ഒന്ന് തന്നെ എന്നാണ്. എന്നാൽ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഈ മുസ്ലിമുകൾ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ വലിയ തെറ്റാണ്, വലിയ തെറ്റ്. അതൊക്കെ മനസ്സിലാക്കണം എല്ലാവരും. അതായത് ഇപ്പം മുസ്ലിമുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കാക്കകളെന്ന് അവരെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് അവർ ഒന്നിച്ചു കൂടും. ഇപ്പോൾ ഒരുത്തൻ തന്നെ പുറത്തു പോയി രക്ഷപ്പെട്ട അവരുടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ടുപോയി അവർ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. അതുപോലെ ഒരുത്തൻ എന്തെങ്കിലും അപകടം പറ്റി അവർ കാക്കക്കൂട്ടങ്ങളെ മാതിരി ഓടി എല്ലാവരും കൂടെ എത്തും. പക്ഷെ ഈ ഒരു സംഭവം ക്രിസ്ത്യാനിക്കില്ല. പരസ്പരം പാര വെക്കാൻ എല്ലാ ക്രിസ്ത്യാനികളും, അതാണ് അവൻ്റെ സ്വഭാവം. അപ്പോൾ എന്നിട്ട് അവൻ പറയും എല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. ക്രിസ്ത്യാനികളല്ലെങ്കിൽ കൂടിയും മുസ്ലിമുകളായാലും ആരായാലും അതൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ. മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, സാത്താൻ സഹോദരന് സാത്താനാണ് വരുന്നെങ്കിൽ മറുചെകിട് കാണിച്ചു കൊടുത്ത് അവൻ തലയും കൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഖുറാനിലെ ഈസായും നമ്മുടെ ക്രിസ്ത്യാനികളുടെ യേശുവായും ഒന്നല്ല. അത് തിരിച്ചറിയണം. അതിന് കുറച്ച് തെളിവുകൾ ഞാൻ തരാം. അതായത് നമ്മുടെ യേശുവായുടെ ജനനം എന്നത് മുൻ പ്രവാചകന്മാർ ജനനം മുതൽ മരണം വരെ പ്രവചിച്ച് വെച്ചിരുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ നിവൃത്തിയാണ് യേശുവായുടെ ജനനം. അതിനൊക്കെ എന്താ പറയുക, വ്യക്തമായ ചരിത്രപരമായ തെളിവുകളുണ്ട് അതിനൊക്കെ. എന്നാൽ AD 600 യേശുവാക്ക് ശേഷമാണ് ഈ മുഹമ്മദ് എന്ന കള്ളപ്രവാചകൻ എഴുന്നേറ്റത്. മനസ്സിലായ? ഞാൻ ഈ മതത്തെ, അതായത് അന്ന് ഉണ്ടായിരുന്ന ഈ ക്രിസ്ത്യൻ മതത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് മുഹമ്മദ് അന്ന് എഴുന്നേറ്റ് വന്നത്. താൻ യേശുവിനെ പോലെ ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് വ്യാജേനയാണ് പഠിപ്പിക്കാൻ ആരംഭിച്ചത്. പക്ഷെ അതിനൊക്കെ മുൻപേ ക്രിസ്തുവിന് ശേഷം AD 100 തന്നെ ബൈബിളൊക്കെ ക്രോഡീകരിക്കപ്പെട്ടു. അതൊക്കെ വിതരണങ്ങൾ വരെ നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് യഹൂദരും ക്രിസ്ത്യാനികളും തഴച്ചു വളർന്നിരുന്ന കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഈ മുഹമ്മദിൽ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ മുൻ പ്രവാചകന്മാരൊക്കെ ഒരുപാട് നമ്മൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, നീ അതിലെന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും മുഹമ്മദിന് പറ്റിയില്ല. അപ്പോൾ അവരൊന്നും വിശ്വസിക്കാണ്ടായപ്പോൾ ഈ മുഹമ്മദ് എന്താ പറഞ്ഞത്, അവർ അയ്യോ സത്യനിഷേധികളെന്ന് വിളിച്ചിട്ട് അവർ പുതിയ ആയത്ത് ഇറക്കാണ് ചെയ്തത്.
അപ്പോൾ ക്രിസ്ത്യാനിയുടെ അടുത്തും യഹൂദൻ്റെ അടുത്തും ഇത് വില പോവില്ല എന്ന് അറിഞ്ഞ ഈ മുഹമ്മദ് ചെന്നതാണ് ഈ ഖുറേഷികളുടെ അടുത്തേക്ക്. ഖുറേഷികളും ആദ്യമൊന്നും ഇത് സ്വീകരിച്ചില്ല. ഇവര് യഹൂദന്മാർ പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ, അവരുടെ ഇങ്ങനെയൊന്നല്ലല്ലോ പറയണത്, പിന്നെ അതുപോലെ അവരുടെ കുറേ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന പ്രവാചകന്മാരാണല്ലോ, തനിക്കതൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ ഖുറേഷികൾ ആയ അറബികളുടെ ഇടയിൽ ഈ കുറേ വ്യാജങ്ങൾ പരത്തിക്കൊണ്ട് ഈ മുഹമ്മദ് തഴച്ചു വളർന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഈസാ നബിയും യേശുവായും ഒന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഖുറാനിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അങ്ങനെയാണ്. എന്നാൽ ഖുറാനിൽ ഈസാ നബിയുടെ കഥ കേട്ടാൽ നമുക്ക് ചിരി വരും. കാരണം നമ്മുടെ ബൈബിളിൽ അങ്ങനെയല്ല. നമ്മുടെ ബൈബിളിൽ ഗബ്രിയേൽ സദ്വാർത്ത അറിയിക്കാനാണ് നമ്മുടെ ഗബ്രിയേൽ വന്നത്. എന്നാൽ ഖുറാനിൽ പറയണത് മലക്ക് കൊച്ചിനെ കൊടുക്കാൻ വന്നതാണ്. അല്ലാഹു പറഞ്ഞിട്ട് കൊച്ചിനെ കൊടുക്കാൻ വന്നതാണ് ഈ മലക്ക് എന്ന് പറഞ്ഞാൽ ഈ ദൈവദൂതൻ വന്നത് എന്നാണ് ഖുറാനിൽ പറയുന്നത്. സൂറ 19-18 മുതൽ വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. അതിൽ ഈ മറിയത്തിൻ്റെ തന്നെ ഹീബ്രു ഭാഷയിലെ പേര് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ യേശു ക്രിസ്തു യേശുവ എന്നാണ്. അതുപോലെ മറിയത്തിന് ഹീബ്രു ഭാഷയിൽ മിരിയാം എന്നാണ് പറയാം. അപ്പോൾ ഈ മിരിയാം ഇമ്രാൻ്റെ മകളാണെന്നാണ് ഈ ഖുറാനിലൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സൂറ 19-16 വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ മറിയം സ്വന്തക്കാരിൽ നിന്ന് വിട്ട് കിഴക്ക് ദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ പോയി. കല്യാണം കഴിഞ്ഞിട്ടില്ലേ, കന്യകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് താമസിക്കാൻ ചെന്നു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ആ ഒറ്റയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്ന ഈ മറിയത്തിൻ്റെ അടുത്തേക്ക് ഒരു തികഞ്ഞ പുരുഷൻ്റെ വേഷത്തിൽ ഒരു മലക്ക് വന്നു. ഈ മറിയത്തിന് അറിയില്ലായിരുന്നു അതൊരു ദൈവദൂതനാണെന്ന്. മനസ്സിലായി? അപ്പോൾ മറിയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു ഒരു പുരുഷനായിരുന്നു, തികഞ്ഞ പുരുഷനായിരുന്നു. നീ ഭക്തിയുടെ മാർഗത്തിൽ തുടരുന്നവനാണ് എങ്കിൽ ഞാൻ നിന്നെ പ്രാപിക്കാം എന്നാണ് ഈ ഇതിൽ പറയുന്നത്. അപ്പം അത്രയ്ക്ക് മോശമായ ഒരു സ്ത്രീ ആയിട്ടാണ് മറിയത്തിനെ ഖുറാനിൽ കാണുന്നത് അല്ലേ. കന്യകയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നു. ഇന്നൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ഇന്നല്ല എന്നായാലും ഇപ്പോൾ ബൈബിളിൽ പറയുന്നത് പാപിനിയായ സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്ത്രീ ആയിട്ടാണ് ഖുറാനിൽ കാണിക്കുന്നത്. ഇനി സൂറ 66-12 വായിച്ച് നോക്കുകയാണെങ്കിൽ അതിലെങ്ങനെയാണ് ഇസായുടെ ജന്മം എന്ന് പറഞ്ഞാൽ ഈ മറിയയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് ഈ മലക്ക് ഊതി കൊടുത്തിട്ടാണ് ഈസ ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി അല്ലാഹു അല്ല. എവിടെ നോക്കുകയാണെങ്കിലും ഖുറാനിൽ മറിയത്തിൻ്റെ മകൻ എന്നാണ് ഈസയെ പറയുന്നത് അല്ലേ. എന്നാൽ ബൈബിളിൽ നമ്മൾ എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് യഹൂദന്മാർ വിശ്വസിക്കാതിരുന്നത്? അതായത് അവൻ ജോസഫിൻ്റെ മകനല്ലോ, തച്ചനല്ലേ അവൻ്റെ അപ്പൻ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം യഹൂദർ മുഴുവൻ വിശ്വസിച്ചിരുന്നത് യേശുവ ഒരു നമ്മുടെ ജോസഫിൻ്റെ മകൻ എന്നായിരുന്നു, അല്ലാണ്ട് ആരും ജാരസന്തതിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഖുറാനിൽ പറയുന്നത് എന്താണ്? മറിയത്തിൻ്റെ മകൻ, അപ്പനില്ലാത്ത മകൻ. അല്ലാഹുവിന് കൊച്ചിനുണ്ടാക്കാൻ പറ്റും, പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പം ഇതുപോലെ ഗുഹ്യസ്ഥാനത്ത് ഊതാൻ അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനം തുറന്നു വെച്ച് കൊടുക്കുന്ന ഇത് മലക്ക് പോലുമല്ല, ഒരു പുരുഷനാണെന്ന് മനസ്സിലാക്കി അങ്ങനെ തോന്നിയിട്ട് ഗുഹ്യസ്ഥാനം തുറന്നു വെച്ച് കൊടുക്കുന്ന ഒരു മോശം സ്ത്രീയെ ആയിട്ടാണ് ഈ മറിയത്തിനെ ഈ ഖുറാനിൽ കാണിക്കുന്നത്. പിന്നെ ഇതൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല ഖുറേഷികളൊക്കെ. യഹൂദന്മാർ പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെയല്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ അവർക്ക് സംശയമായി ഇത് എങ്ങനെ ഈ കുട്ടി ഉണ്ടായി എന്ന് അല്ലേ. ഇതിപ്പോൾ മറിയത്തിൻ്റെ മകനായിട്ട് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായി, അപ്പോൾ അങ്ങനൊരു സംശയം അവരുടെ ഇടയിൽ ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് സൂറ 19-23 വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈന്തപ്പനയുടെ ചുവട്ടിൽ ഈ ഗർഭിണിയായ മിരിയാം ഇരുന്നിട്ട് എനിക്ക് മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു സ്ത്രീയെ അല്ലേ. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് ഒരു അരുവി ഉണ്ടാക്കി കൊടുത്ത് അതിൽ നിന്ന് വെള്ളം കുടിച്ചോ, നീ ഈന്തപ്പനയുടെ ചോട്ടിലായിരുന്നല്ലോ, അപ്പോൾ ആ ഈന്തപ്പന കുലുക്കി നിനക്കുള്ള ഈന്തപ്പഴം കഴിച്ചോ എന്നൊക്കെ അല്ലാഹു പറഞ്ഞു എന്നാണ് ഖുറാനിൽ എഴുതി വെച്ചേക്കണേ. നമ്മുടെ ബൈബിളിൽ ഏലിയാവിന് വിശന്നപ്പോൾ അല്ലേ, ഏലിയാവിന് കാക്കയിലൂടെ ആഹാരം കൊടുത്തു നമ്മുടെ ദൈവം, അറിയോ? ഇനി എത്ര കൊല്ലാണ് നമ്മുടെ മന്ന കൊടുത്തു ഇസ്രായേൽക്കാർക്ക് മരുഭൂമിയിൽ വെച്ചല്ലേ. അപ്പോൾ
ഇങ്ങനെ സംരക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ഈ ഈന്തപ്പന കുലുക്കി, ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഈന്തപ്പന കുലുക്കി നീ അതിൽ നിന്ന് ഈന്തപ്പഴം ഭക്ഷിച്ചോ എന്ന് പറയണ ഒരു അല്ലാഹു അല്ലേ. അതിനിപ്പോൾ അല്ലാഹുവിൻ്റെ ഉപദേശത്തിന് ആവശ്യമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും അത് ഭക്ഷിക്കാമല്ലോ. അപ്പോൾ സ്വന്തമായി നമ്മൾ അല്ലാണ്ട് ഈന്തപ്പന നമുക്ക് കുലിക്കാൻ ഒന്നും കിട്ടില്ല, അറിയാലേ, കുലുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ദൈവത്തിനെയാണ് ഖുറാനിൽ കാണിച്ചേക്കണേ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കല്ലേ, മറിയം എവിടെ? ഇതിപ്പോൾ കിടക്കുന്നത് ഹാഗാർ മരുഭൂമിയിലേക്ക് പോയ ആ ഒരു ഇതാണ് അല്ലേ ഇവിടെ കിടക്കുന്നത്. അതായത് പല പല സ്ഥലത്തുനിന്ന് പല ഭാഗങ്ങൾ എടുത്തിട്ട് ഒന്നിച്ചാക്കിയേക്കാണ് അല്ലേ. അതൊക്കെ ഇവിടെ കാണാം. ഇസ്മായിൽ, ഹാഗാർ, മിരിയാം ഒക്കെ ഒരു അവിയൽ പരുവത്തിലാണ് ഈ ഖുർആൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പം സത്യത്തിൽ എന്താ നടന്നതെന്ന് വെച്ചാൽ, ഈ മുഹമ്മദിന് ഇതൊക്കെ കിട്ടിയത് മുഹമ്മദിൻ്റെ ഭാര്യ ഖദീജയുടെ ഒരു ബന്ധുവിൽ നിന്നാണ്. അയാൾ ഒരു പാതി ക്രിസ്ത്യാനിയായിരുന്നു. അത് എന്ന് വെച്ചാൽ അരമുറി ക്രിസ്ത്യാനി, കാര്യങ്ങൾ ഒന്നും കറക്റ്റ് അറിയില്ല. അതായത് ആ സമയത്ത് ബർണബാസിൻ്റെ തെറ്റായ സുവിശേഷം പരക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുറിയും തൊന്നലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ മുഹമ്മദ് AD 600 ഒരു വ്യാജ പ്രവാചകനായി എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഖുർആൻ ഉണ്ടാക്കിയത്. മനസ്സിലായി? അപ്പം അവരുടെ ഇസ എന്ന് പറയുന്നത് ഒരു അത്ഭുത ശിശുവായിട്ട് അതിൽ കാണിക്കണം. നമ്മുടെ യേശുവ സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ജനിച്ച് സാധാരണമായിട്ട് അപ്പനും അമ്മയ്ക്കും വിധേയനായി മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിയിൽ വളർന്നു വന്ന ഒരു കുഞ്ഞായിരുന്നു അല്ലേ. എന്താ പറയുക, അപ്പി മൂത്രം സാധാരണ മനുഷ്യനെ പോലെ അല്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈസാ നബിയെ പറ്റി ഖുറാനിൽ പറയുന്നത് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. ഒരു അത്ഭുത കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്നൊക്കെ, ഇങ്ങനെ ഒരു അത്ഭുത ശിശുവായിട്ടൊന്നുമല്ല നമ്മുടെ യേശു വന്നത്. അപ്പം ഇങ്ങനെ പിന്നെ വേദഗ്രന്ഥവും കൊണ്ടാണ് ഈസാ വന്നതെന്നൊക്കെയാണ് അവരുടെ ഖുറാനിലുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലൊരു അത്ഭുത ശിശു ആയിട്ടാണ് അതിൽ കാണുന്നത്. പക്ഷേ നമ്മുടെ യേശുവ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയമുണ്ട് എങ്കിൽ ഖുറാനിൽ ഈസായും നമ്മുടെ യേശു ക്രിസ്തുവും ഒന്നാണ്, ഇപ്പോൾ നമ്മളൊക്കെ സഹോദരങ്ങളാണ് എന്ന തെറ്റായ ധാരണ ഉണ്ട് എങ്കിൽ അത് മാറ്റിവെച്ചോ. അല്ല, ഇതൊരു വ്യാജമായ പഠിപ്പിക്കലാണ്, വ്യാജമായ കള്ളപ്രവാചകൻ്റെ ഒരു പറച്ചിലാണ്, അതൊരു തെറ്റായിട്ടുള്ള പരത്തലാണ്. അതിൻ്റെയൊക്കെ ബാക്കിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അവർക്ക് ഉണ്ട്. മനസ്സിലായി? കെട്ടിച്ചമച്ച കഥ. സാത്താനാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചത്. അതായത് അന്ന് വന്നത് എതിർ ക്രിസ്തു ആയിരുന്നു. വെളിപാടിലെ കള്ളപ്രവാചകൻ ആണ് ഈ മുഹമ്മദ്. എതിർ ക്രിസ്തുവാണ് ഈ തള്ളാഹു. മനസ്സിലായോ? അങ്ങനെ അപ്പം ദൈവവചനത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ ഈ വചനത്തെ പറ്റി ആരെന്ത് പറഞ്ഞാലും നമുക്കത് വിശ്വാസമായിട്ട് തോന്നും. മനസ്സിലായ? ശരിക്കും ബൈബിൾ എന്താ പറയണത്? ദൈവവചനത്തിലെ തെറ്റായിട്ട് ഒരു ദൈവദൂതൻ പോലും വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. മനസ്സിലായ? ഇനി ഈ മതം പ്രാക്ടീസ് ചെയ്യുന്നതാണ് തീവ്രവാദികൾ. അപ്പം നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ എന്താ കാട്ടിക്കൂട്ടിയെന്ന്. അത് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാനായിട്ട് എങ്ങനെയാണ് അവർ ഈ ഇസ്ലാം ടെററിസ്റ്റ് പോകുന്നതെന്നുള്ള ഒരു ചെറിയ ഒരു സാമ്പിളാണ് അന്ന് നമ്മൾ കണ്ടത്. തികച്ചും പൈശാചികമായിട്ട് അല്ലേ. ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയൊക്കെ വളരെ വിചിത്രമായ മൃഗീയമായ രീതിയിൽ കൊല്ലുക അല്ലേ. ഗർഭിണികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് വയറ് കീറി അതിനകത്ത് കുട്ടിയെ ഭ്രൂണത്തിനെടുത്ത് ഓവനിൽ വെച്ച് ഭക്ഷിച്ച കഥ വരെ നമ്മൾ അന്നവിടെ കേട്ടു അല്ലേ. അത്ര മൃഗീയമായിട്ടാണ് ഈ ഇസ്ലാം തീവ്രവാദികൾ പെരുമാറുന്നതെങ്കിൽ ഇവർ ഈ ഖുറാനാണ് അവർ മതം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അതിൽ അങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ് തെറ്റ്. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 4:4 വായിക്കുകയാണെങ്കിൽ, മനുഷ്യൻ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം. സത്യം വലിച്ചെറിഞ്ഞിട്ടാണ് ഈ വരുന്ന സാത്താൻ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരുന്ന സാത്താൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ലോകമാണിപ്പോൾ. സത്യം പതേ വരുള്ളൂ. അതൊന്നും ആർക്കും മനസ്സിലാക്കണ്ട. പെട്ടെന്നാണ് നുണയൊക്കെ വ്യാപരിക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ലോകത്തിനെ മൊത്തം കീഴടക്കി നിൽക്കുന്നത് ഇലുമിനാൽറ്റീസ് ആണ്, അവരുടെ കയ്യിലാണ്. എങ്കിലും ഇത് അവസാനം വരുമ്പോൾ ഇത് പതിയെ ഈ ടെററിസത്തിന്, കാട്ടുമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവരാണ് അവരുടെ ദൈവത്തിന് ബലി കഴിക്കാനായിട്ട്, കേട്ടില്ല, അല്ലാഹു അക്ബർ, തല്ലാഹു കുക്കുംബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓരോ തലയും വെട്ട.
ബലിവസ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ, ക്രിസ്ത്യാനി വിചാരിക്കുക അപ്പോൾ ഞങ്ങളൊക്കെ തല വെട്ടിയാലും സ്വർഗത്തിൽ തന്നെ പോകും, കാരണം കർത്താവിന് വേണ്ടിയിട്ടാണല്ലോ മരിക്കണേ. ഒരിക്കലും ഇല്ല കേട്ടോ. അത് വെറും ബലിവസ്തു മാത്രമാണ്. പണ്ടൊക്കെ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയിരുന്നത് അവർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്ന പേരിലാണ്. അപ്പോൾ ശരിയാണ്, കർത്താവിന് വേണ്ടിയിട്ടാണ് അവർ കൊല്ലുന്നത്. പക്ഷെ ഇന്നതല്ലല്ലോ. ഇന്ന് എല്ലാവരും അതൊക്കെ കഴിഞ്ഞു, ആ കാലഘട്ടം തീർന്നു അല്ലേ. ഇന്ന് തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞ് നിന്റെ തല അറക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ദേവന് ബലി കഴിക്കുകയാണ്. അപ്പം നീ ആരാണ്? ഒരു ബലിവസ്തുവാണ്. ബൈബിളിൽ പറയുന്നുണ്ടല്ലേ, കർത്താവ് തന്നെ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, അവൻ്റെ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ബലി കഴിക്കുന്ന കാലം വരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ബലിവസ്തുവാണ്. അപ്പം നരകത്തിലേ പോവുള്ളൂ, അല്ലാണ്ട് സ്വർഗത്തിലേ പോവില്ല. കർത്താവിന് വേണ്ടിയിട്ടല്ല മരിക്കുന്നത്, അവൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നീ മരിക്കണത്. അതിനാണ് അവൻ്റെ പേര് പറയണേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായോ? അവൻ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ തള്ളാഹു കുക്കുംബർ എന്ന് വിളിച്ച് പറയുന്നതിന് തൊട്ട് മുൻപ് തന്നെ നീ എന്ത് പറയണം? തള്ളാഹു ഫക്കറാണടാ, ഞങ്ങളുടെ അദോനായി യേശുവാ യഹേഷുവാഹ് മസിഹ ആണടാ യഥാർത്ഥ ദൈവം എന്ന് പറയാനുള്ള ധൈര്യം ഒരു ക്രിസ്ത്യാനിക്ക് ഇന്ന് വേണം. ഉണ്ടോ ഇന്നത്? ഇല്ലല്ലോ. ഒരു ചെകിട് കാണിക്കുമ്പോൾ മറേ ചെകിട് മറ്റു ചെകിട് കാണിച്ചു കൊടുക്കാനല്ലേ പഠിപ്പിക്കണേ പുരോഹിതന്മാർ. പിന്നെ എങ്ങനെയാണ് അന്നത്തെ ധൈര്യം ഒന്നും ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായി? അങ്ങനെ ധൈര്യമുള്ള ഒരപ്പൻ്റെ മക്കളായിട്ട് വേണം നമ്മൾ മരിക്കാനായിട്ട്. മനസ്സിലായോ? പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ തൊട്ട് മുമ്പ് തന്നെ മിക്ക ക്രിസ്ത്യാനികളും പുരോഹിതന്മാരടങ്ങുന്ന സഭ തന്നെ പോയി മതം മാറിയിട്ടുണ്ടാവും, പർദ്ദ അണിഞ്ഞിട്ടുണ്ടാവും. കാരണം പേടിച്ചിട്ടേ. മനസ്സിലായോ? ഒന്നുകിൽ അവരുടെ മതം സ്വീകരിക്കണം, അല്ലെങ്കിൽ മരിക്കണം. ഇതിൽ രണ്ടിലേതാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ ഇങ്ങനെയാണ് സാത്താൻ വരുന്നത്. അപ്പോൾ സാത്താൻ വരുമ്പോൾ അത് സഹോദരനാണെന്നാണ് വിചാരിച്ചിരിക്കണമെങ്കിൽ മറുചെകിട് കാണിച്ചു കൊടുത്തിരിക്കും. അപ്പോൾ സാത്താനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സാത്താൻ ആരാണെന്ന് അറിയണം. മനസ്സിലായോ? ഈ മീഡിയാസ് മൊത്തം ഇലുമിനാലിറ്റീസ് കയ്യിലിട്ട അമ്മാനമാടാണ്. കാരണം പൈസയൊക്കെ അവരുടെ കയ്യിലാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മീഡിയാസൊക്കെ അവിടെ നിൽക്കുള്ളൂ. ഇപ്പോൾ സിറിയയിൽ കൂട്ടക്കുരുതി നടക്കണില്ലേ? ഏതെങ്കിലും മീഡിയാസിൽ കാണിക്കുന്നുണ്ടോ? ഗാസയിൽ എന്താ നടക്കുന്നതെന്ന് കാണിക്കുന്നുണ്ടല്ലേ കൂട്ടക്കുരുതി എന്ന് പറഞ്ഞിട്ട്. ഇസ്രായേലിൽ ഇതുപോലെ കാണിച്ചു കൊണ്ടുപോയല്ലേ? ആരെങ്കിലും എന്തെങ്കിലും കാണണ്ടോ? ഇല്ലല്ലോ. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ നമ്മളും ഇവിടെ ഉണ്ടായി അല്ലേ. അപ്പോൾ ഈ ഭാവിയിൽ നമ്മുടെ മരണമാണ് അതുവഴി കാണിച്ചു തന്നത്. ദാനിയേൽ 8:12 നിങ്ങൾ വായിച്ചു നോക്കുക. നിരന്തര ഹോമയാഗത്തിനായി ഒരു സേന നിയമിക്കപ്പെടും, അത് സത്യം നിലത്ത് തള്ളിയിട്ട് കാര്യം സാധിക്കും. മനസ്സിലായോ? അന്ന് ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചതായത്. ഇതാണ് സാത്താൻ ഇന്ന് ഖുറാനിലൂടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ 10 പ്രമാണവും സാത്താൻ ഖുറാനിലൂടെ തെറ്റിച്ച് കാണിച്ചു തരിക ചെയ്യാണ്. ഇതിനെപ്പറ്റൊരു വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ 10 പ്രമാണവും സാത്താൻ്റെ 10 പ്രമാണം എന്നും പറഞ്ഞിട്ടല്ലേ. ഈ 10 പ്രമാണങ്ങൾ നേരെ ഓപ്പോസിറ്റായിട്ട് പഠിപ്പിച്ചു തരണേ. കുരിശ് വരയ്ക്കുന്നത് പോലും സാത്താൻ്റെ കുരിശ് എങ്ങനെയാണ്? ശരിക്കും കുരിശ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. സാത്താൻ്റെ കുരിശ് എങ്ങനെയാണ്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ ആ ഒരു വര ഇങ്ങട വരുന്നത് ഓപ്പോസിറ്റായിട്ട്. അതുപോലെയാണ് സാത്താൻ്റെ എന്ത് കാര്യവും ദൈവം എന്ത് പഠിപ്പിച്ചോ അത് നേരെ തിരിച്ച് തെറ്റായിട്ടാണ് അവൻ പഠിപ്പിക്കുക. നമ്മളോട് കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ഖുറാൻ 8:39 ലോകം മുഴുവൻ അല്ലാഹുവിൻ്റെ മതമാക്കാൻ എല്ലാവരെയും കൊന്നോ എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എല്ലാവരും സ്നേഹിക്കൂ എന്ന് നമ്മളെ പഠിപ്പിച്ചപ്പോൾ സൂറ 4:144 മറ്റ് മതസ്ഥർ കാഫിറുകളാണ്, അവരെ ഉറ്റമിത്രങ്ങളാക്കരുതെന്നാണ് ഖുറാനിൽ പഠിപ്പിച്ചത്. ഇങ്ങനെ കുറേ ഉണ്ട്, ഒരുപാട്. ആ 10 പ്രമാണങ്ങളുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 10 പ്രമാണങ്ങൾ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സാത്താൻ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് സാത്താൻ ഈ അന്ത്യകാലത്ത് കടന്നു വരുന്ന 2 രീതികളെ പറ്റിയാണ്. നമ്മുടെ അന്ത്യവും അങ്ങനെ തന്നെ ആയിരിക്കും. ഇലുമിനാലിറ്റീസ്, ഇസ്ലാം ടെററിസം. ഇലുമിനാലിറ്റീസിലൂടെ ഡയറക്റ്റായിട്ട് സാത്താന് സേവ ചെയ്യുന്നവർ, ഇസ്ലാം ടെററിസത്തിലൂടെ ഇൻഡയറക്റ്റായിട്ട് സാത്താൻ മതം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതാണ് ഇന്ന് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതുകൂടാതെ ക്രൈസ്തവ സഭയിലും ഈ ഇലുമിനാലിറ്റീസ് കയറി ഇരുന്നിട്ടാണ് ഭരിക്കുന്നത്. അപ്പോൾ സഭയും അതുപോലെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് സഭയിൽ നിന്ന് വിട്ടകലുവിൻ എന്ന് പറയുന്നത്. കാരണം സഭ പ്രാക്ടീസ് ചെയ്യുന്ന, സഭ പറയുന്നത് പഠിപ്പിച്ച് അത് കേട്ട് നടക്കുന്നവരെല്ലാവരും നരകത്തിലോട്ട് ഈ സാത്താൻ ഇതുപോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം എന്താണ്? സാത്താൻ തന്നെയാണ് ഈ സഭയുടെ തലപ്പത്തിരുന്ന് ഭരിക്കുന്നത് ഇലുമിനാലിറ്റീസിലൂടെ. മനസ്സിലായോ? 2 തിമോത്തിയോസ് 3:2 വായിച്ചു നോക്കിയാൽ നമുക്ക് ഇന്നത്തെ അന്ത്യകാലത്ത് നടക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കള്, നന്ദി കെട്ടവർ,
ഭക്തിയുടെ വേഷം കെട്ടല് അല്ലേ, അതൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുക. അതിൽ നിന്ന് വിട്ടൊഴിയുവനെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ലോകം ഇന്ന് കീഴടക്കി വെച്ചിരിക്കുന്നത് ഈ ഇലുമിനാലിറ്റീസും ഇസ്ലാം ടെററിസവുമാണ്. അത് മനസ്സിലാക്കണം. റോമ 8:20 നമ്മൾക്ക് വായിക്കാൻ പറ്റും, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു, പക്ഷേ അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലേ. അതായത് സമസ്ത സൃഷ്ടികളും ദൈവമക്കളുടെ ആ അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. മനസ്സിലായി? അപ്പം നന്മയും തിന്മയും തിരിച്ചറിയാത്ത ഒരു ക്രിസ്ത്യാനി എന്തായാലും അത് നരകത്തിലേക്കേ പോവുള്ളൂ, ആ വഴി അങ്ങടെ പോവുള്ളൂ. മനസ്സിലായോ? സ്ഥിരതയോട് കൂടി നമ്മൾക്ക് കർത്താവിനെ കാത്തിരിക്കണമെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയണം. അതിന് നമുക്ക് എന്ത് വേണം? ദൈവാത്മാവുമായിട്ട് ബന്ധം വേണം. അപ്പോൾ ദൈവവുമായി നിരന്തരം ഒരു ആത്മീക ബന്ധമുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ 666കളും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാത്രി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉണർന്നിരുന്ന് ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കുവിൻ എന്ന്. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ നമ്മൾ ശത്രുക്കളെ നമ്മൾ മനസ്സിലാക്കണം. ഈ അന്ത്യകാലത്ത് നമ്മളുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ അറിയണം. അന്ത്യകാലത്ത് എങ്ങനെ പിടിച്ചു നിൽക്കണ്ടേ, നമ്മൾ എന്താണ് ചെയ്യേണ്ടേ, ഇതൊക്കെ ഞാനിത് ഇന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹീബ്രു ഭാഷ, നമ്മൾ ഐ ലവ് യു അപ്പ എന്ന് പറയൂലേ, നമ്മളെപ്പോഴും പറയൂലേ, ഐ ലവ് യു അപ്പച്ചി എന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ആനി ഓയെ ഓദ്ഹ. ഇതിൽ ആണിനോടും പെണ്ണിനോടും പറയണതുണ്ട് കേട്ടോ. ആണിനോട് പറയാനാണ് ഓദ്ഹ, പിന്നെ പെണ്ണിനോട് വരുമ്പോൾ ഓത്താഹ് എന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ ഐ ലവ് യു അപ്പ എന്ന് പറയുന്നത് ആനി ഓയെ ഓദ്ഹ ആബ. എല്ലാ ദിവസവും നമ്മൾ ഗുഡ് മോർണിംഗ് പറയില്ല, ബോക്കൽ തോബ എന്ന് പറയില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നമുക്ക് പറയാം ആനി ഓയെ ഓദ്ഹ ആബ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തോദാ റബ്ബ തോദാ.